എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുറമെ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കണ്ടാലോ. അപ്പൊ നമുക്ക് നേരെ നെയ്യപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ പോവാം. നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അരി, അതായത് 250 ml കപ്പിന് 1 കപ്പ് അരി 4 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ്. ഇനി നമുക്കിതിനെ അരച്ചെടുക്കണം. അരയ്ക്കാനായിട്ട് നമ്മൾ ശർക്കരപ്പാനിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനുള്ള ശർക്കരപ്പാനി നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3 അച്ചിൻ്റെ ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഇട്ടതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം. നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 250 ml കപ്പിന് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഉരുക്കിയെടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എല്ലാം നല്ലപോലെ ഉരുകിയിട്ടില്ല. മൊത്തത്തിലൊന്ന് ഉരുകി നല്ലപോലെ സെറ്റായി വരണം. ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട, ഇത് നല്ലപോലെ ഒന്ന് ഉരുകി കിട്ടിയാൽ മതി. അങ്ങനെ പാനി നല്ലപോലെ ഒന്ന് ഉരുക്കി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിനൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം നമുക്കിതിനെ അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് ഉപയോഗിച്ചിട്ട് വേണം നമ്മുടെ അരി അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ ശർക്കരപ്പാനി നമുക്കിങ്ങനെ അരിച്ചെടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ഉള്ളിൽ പെടും. അപ്പോൾ നമുക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരയ്ക്കാനായിട്ട് പോവാം. നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ആ അരി എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അരി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ഏലക്കയുടെ കുരു എടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം മൈദയാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല. അതിന് പകരം ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച പപ്പടമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് പുളിച്ച് പൊന്തി വരാനായിട്ട് നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ അപ്പം നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന ശർക്കര പാനിയുടെ പകുതി ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ മാവ് നമ്മളിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നോക്കുമ്പോൾ കാണാം ചെറിയ തരികളോട് കൂടിയാണ് നമ്മളിത് അരച്ചെടുത്തേക്കുന്നത്. നെയ്യപ്പത്തിനുള്ള മാവ് എടുക്കുമ്പോൾ അത് ചെറിയൊരു തരിയോട് കൂടെ വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം കിട്ടത്തുള്ളൂ. നമുക്കിനി ഈ മാവിനെ ഒരു ബൗളിലേക്ക് പകർത്തി കൊടുക്കാം. നമ്മുടെ മാവ് നമ്മളിതൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ശർക്കര പാനിയുടെ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. മതിയാവും. നമുക്കിപ്പോൾ ഇത്രയും ശർക്കരപ്പാനി ബാലൻസ് വന്നിട്ടുണ്ട്. ഓരോ അരിക്കനുസരിച്ച് അതിൻ്റെ പാനി ഉപയോഗിക്കുന്നതിൻ്റെ അളവിൽ കൂടുതലും കുറവുണ്ടാവും. അപ്പം നോക്കി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുമിച്ച് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസായി പോവും. അപ്പം നമ്മുടെ മിക്സ് ഒരുപാട് ലൂസായി പോവാതെ ശ്രദ്ധിക്കണം. നോക്കി പാകത്തിന് അളവനുസരിച്ച് വേണം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്ക് ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് നല്ലപോലെ കനം കുറച്ച് തേങ്ങാക്കൊത്തുകൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് താല്പര്യമില്ല എന്നുള്ളവർക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം എന്നില്ല. തേങ്ങാക്കൊത്തും എള്ളും ഒക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് അവോയ്ഡ് ചെയ്ത് നമുക്കതിന് പകരം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ തേങ്ങാക്കൊത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം.
നമ്മളിവിടെ നമ്മുടെ മാവിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന ആ ഒരു തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് നെയ്യും കൂടെ കൂട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ലപോലെ അതിൻ്റെ നെയ്യുടെ ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ചൂടോടെ ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളൊന്ന് ആറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തന്നെ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഒരു 2.5 മണിക്കൂർ ആയിട്ടുണ്ട്. മാവിൻ്റെ ഒരു പരുവം ഇങ്ങനെയാണ് വരുന്നത്. ഭയങ്കരമായിട്ട് ലൂസല്ല, എന്നാൽ ഭയങ്കരമായിട്ട് ടൈറ്റല്ല. നമ്മുടെ മാവ് ഇവിടെ നല്ല പരുവത്തിന് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഉപയോഗിച്ച് നമ്മുടെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വയ്ക്കാം. നമ്മുടെ എണ്ണ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇങ്ങനെ ഒരു തവി ഉപയോഗിച്ച് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. അത് താനെ അതിൽ നിന്ന് പൊന്തി വരും. ഇനി നമുക്ക് ഒരു സൈഡ് പതുക്കെ കളർ മാറി തുടങ്ങുമ്പോഴത്തേക്കും ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒന്ന് നല്ലപോലെ കളർ മാറി വന്നു കഴിയുമ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാം. കോരിയെടുക്കുന്നതിനൊപ്പം തന്നെ നമുക്കിതിൻ്റെ തീ ഒന്ന് കൂട്ടി വെക്കണം. നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് തീ കൂട്ടി വെക്കുകയും അതിനുശേഷം നമ്മളത് കുറച്ച് വെക്കുകയും ചെയ്യണം. എങ്കിലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കിതിനെ അതിനകത്തുനിന്ന് കോരിയെടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ചൂടൻ നെയ്യപ്പം മുഴുവനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്. അപ്പം എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റുള്ള നെയ്യപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം.